Good morning, students. Today we are going to discuss about the questions in Let's Write in page number 123. Imagine you are the reporter of a local daily of the city. Prepare a news report on the pulling down of the statue of the Happy Prince. Imagine you are a reporter of a local daily of the city. നിങ്ങൾ ആ സിറ്റിയിലെ ഒരു ലോക്കൽ ഡെയിലി എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂസ് പേപ്പർ. ഡെയിലി വരുന്ന ന്യൂസ് പേപ്പറിലെ ഒരു റിപ്പോർട്ടർ ആണെന്ന് വിചാരിക്കുക ആ സിറ്റിയിലെ. പുള്ളിങ് ഡൗൺ, ആ ഒരു വാക്ക് ശ്രദ്ധിക്കുക. പുള്ളിങ് ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആ പ്രതിമേനെ നമ്മൾ ഇടിച്ചു നിരത്തി അല്ലേ? അപ്പോൾ പ്രിപ്പയർ എ ന്യൂസ് റിപ്പോർട്ട് ഓൺ ദ പുള്ളിങ് ഡൗൺ ഓഫ് ദ സ്റ്റാച്യു ഓഫ് ദി ഹാപ്പി പ്രിൻസ്. ഹാപ്പി പ്രിൻസിന്റെ പ്രതിമ അവിടെ നിന്ന് മാറ്റിയതിനെതിരെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുക. അന്നത്തെ ദിവസം ആ ന്യൂസ് പേപ്പറിൽ വന്ന റിപ്പോർട്ട് എപ്രകാരമായിരിക്കും, അതാണ് നമ്മളോട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം അതെങ്ങനെയാണ് എഴുതുക? എപ്പോഴും ന്യൂസ് റിപ്പോർട്ടിന് ഒരു തലക്കെട്ട് വേണം അല്ലേ? അപ്പോൾ ആദ്യം നമുക്കൊരു തലക്കെട്ട് എഴുതാം. ദ സിറ്റി ഐക്കൺ സ്റ്റാച്യു ഓഫ് ദി ഹാപ്പി പ്രിൻസ് വാസ് പുൾഡ് ഡൗൺ. സിറ്റിയുടെ ഐക്കണായ ഹാപ്പി പ്രിൻസിന്റെ പ്രതിമ പിൻവലിച്ചു അല്ലെങ്കിൽ അവിടെ നിന്ന് നീക്കം ചെയ്തു. അതാണ് ഹെഡിങ്. അങ്ങനെ നമ്മൾ ഹെഡിങ് എഴുതി. ഇനിയാണ് നമ്മൾ മാറ്ററിലേക്ക് കിടക്കുക. അപ്പോൾ മാറ്റർ എന്താന്ന് നോക്കാം. ഇറ്റ് വാസ് ദ ഡിസിഷൻ ഓഫ് ദി മേയർ ആൻഡ് കൗൺസിലേഴ്സ് who observed that the statue looks shabby and no more relevant. So many politicians opposed this sudden action without parliamentary advice. The statue of Happy Prince, which stood high above the city, was one of the major landmarks of the city. It was built by the King Dominic on memory of his son, who was always happy. അപ്പം എന്താണ് പറയുന്നത്? ഇറ്റ് വാസ് ദി ഡിസിഷൻ ഓഫ് ദി മേയർ ആൻഡ് കൗൺസിലേഴ്സ് ഹു ഒബ്സർവ്ഡ് ദാറ്റ് ദ സ്റ്റാച്യു ലുക്സ് ഷാബി ആൻഡ് നോ മോർ റെലവൻറ്റ്. റെലവൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അർത്ഥം? റെലവൻറ്റ് എന്ന് പറഞ്ഞാൽ പ്രാധാന്യമുള്ള എന്നാണ് അർത്ഥം. ഇപ്പം നോ മോർ റെലവൻറ്റ് എന്ന് പറഞ്ഞാലോ തീരെ പ്രാധാന്യമില്ലാത്ത. ഷാബി എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ കാണാൻ തീരെ മോശമായ. ഇപ്പം എന്താണ്? ഇത് മേയറുടെയും കുറച്ച് കൗൺസിലർമാരുടെയും ഡിസിഷൻ ആയിരുന്നു. എന്താണ് അവരെടുത്ത ഡിസിഷൻ? ഷാബി, കാണാൻ ഭംഗിയില്ലാത്തതും തീരെ പ്രാധാന്യമില്ലാത്തതുമായിട്ടുള്ള ഈ പ്രതിമ നീക്കം ചെയ്യാം എന്നുള്ള തീരുമാനം മേയറും ചില കൗൺസിലർമാരും കൂടിയെടുത്തു. ഇറ്റ് വാസ് ദി ഡിസിഷൻ ഓഫ് ദി മേയർ ആൻഡ് കൗൺസിലേഴ്സ് ഹു ഒബ്സർവ്ഡ് ദാറ്റ് ദ സ്റ്റാച്യു ലുക്സ് ഷാബി ആൻഡ് നോ മോർ റെലവൻറ്റ്. അടുത്ത വരി, സോ മെനി പൊളിറ്റീഷ്യൻസ് ഓപ്പോസ്ഡ് ദിസ് സഡൻ ആക്ഷൻ വിത്തൗട്ട് പാർലമെന്ററി അഡ്വൈസ്. ഇവർ വേറെ ആരോടെങ്കിലും അഭിപ്രായം ചോദിച്ചോ? അവരങ്ങനെ മേയർ വന്നു, ആ പ്രതിമ കണ്ടു, അത് തീരെ കാണാൻ കൊള്ളില്ല എന്ന് തീരുമാനം എടുത്തു, നേരെ അത് മാറ്റാണ് ഉണ്ടായത്. ആരോടും മറ്റു പൊളിറ്റീഷ്യന്മാരോടും ഒന്നും അഡ്വൈസ് ചോദിക്കുകയുണ്ടായില്ല. അതാണ് രണ്ടാമത്തെ വരിയിൽ കൊടുത്തിട്ടുള്ളത്. ദ സ്റ്റാച്യു ഓഫ് ഹാപ്പി പ്രിൻസ് വിച്ച് സ്റ്റുഡ് ഹൈ അബവ് ദ സിറ്റി. ഹൈ അബവ് ദ സിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? തല ഉയർത്തി നിൽക്കുക. വാസ് വൺ ഓഫ് ദി മേജർ ലാൻഡ് മാർക്സ് ഓഫ് ദ സിറ്റി. മേജർ ലാൻഡ് മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇപ്പം നമ്മൾ നമ്മുടെ വീട്ടിലേക്കുള്ള വഴി ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മൾ പറയില്ലേ, എറവ് കപ്പൽപ്പള്ളിയുടെ അടുത്താണ് എൻ്റെ വീട്. അതെന്താണ്? അപ്പോൾ ആ കപ്പൽപ്പള്ളി എന്നുള്ളത് ഒരു ലാൻഡ് മാർക്കാണ്, ഒരു പ്രധാനപ്പെട്ട സ്ഥലം, എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രധാനമുള്ള ഒരു സ്ഥലം അതായിരുന്നു. അപ്പോൾ ദ സ്റ്റാച്യു ഓഫ് ദ ഹാപ്പി പ്രിൻസിന്റെ പ്രതിമ സിറ്റിയിൽ തല ഉയർത്തി നിന്നിരുന്നതും ആ സിറ്റിയുടെ തന്നെ ഒരു ലാൻഡ് മാർക്കും ആയിരുന്നു. ഇറ്റ് വാസ് ബിൽറ്റ് ബൈ ദ കിങ് ഡൊമിനിക്. ഇതാരാ ഉണ്ടാക്കിയത്? രാജാവായിരുന്ന ഡൊമിനിക്കാണ് ഉണ്ടാക്കിയത്. ഓൺ മെമ്മറി ഓഫ് ഹിസ് സൺ. മെമ്മറി ഓഫ്, ഓർമ്മയ്ക്ക് വേണ്ടി. മെമ്മറി ഓഫ് ഹിസ് സൺ, മകൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി രാജാവ് ഡൊമിനിക്ക് പണിഞ്ഞായിരുന്നു പ്രതിമ. ആ മകൻ എങ്ങനെയുള്ള ആളായിരുന്നു? ഹൂ വാസ് ഓൾവേസ് ഹാപ്പി. എപ്പോഴും സന്തോഷവാനായിരുന്ന തൻ്റെ മകൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി കിങ് ഡൊമിനിക്ക് പണി കഴിച്ചതായിരുന്നു ആ പ്രതിമ. ഇങ്ങനെയാണ് നമ്മൾ ഷോർട്ടായിട്ടാണ് എഴുതിയത്. അപ്പോൾ ഇങ്ങനെയായിരിക്കും ഒരു മോഡൽ ആയിട്ട് നമ്മളൊരു ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് വരാം. നിങ്ങളുടേതായ വാക്കുകൾ നിങ്ങൾക്ക് എഴുതി നോക്കാം. ഒരു മോഡൽ കൊടുത്തു എന്ന് മാത്രം. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. The swallow is an important character in the story. Describe the swallow in your own words. You may begin like, the swallow took shelter under the statue of the Happy Prince.
അപ്പോൾ സ്വാളോ ഒരു പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറാണ് നമ്മുടെ സ്റ്റോറിയിൽ അല്ലേ. ആ കുരുവിയാണ് ഈ കഥയിലെ ഒരു പ്രധാനപ്പെട്ട ഒരാൾ. രണ്ട് പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സാണുള്ളത്, ഒന്ന് ഹാപ്പി പ്രിൻസും ഒന്ന് സ്വാളോയും. അപ്പോൾ സ്വാളോനെ കുറിച്ചിട്ട് നിങ്ങളോടൊരു ബ്രീഫായിട്ടൊരു നോട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ എങ്ങനെയാണ് സ്വാളോനെ വിലയിരുത്തുന്നത്, സ്വാളോയുടെ ക്യാരക്ടർ എങ്ങനെയായിരുന്നു, അതിനെക്കുറിച്ചിട്ടൊരു പാരഗ്രാഫ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കൊന്ന് എഴുതി നോക്കാം. ഇതൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുള്ള ടാസ്കുകളാണ്, ശ്രദ്ധാപൂർവ്വം എഴുതണം. The swallow took shelter under the statue of the happy prince. He was on his way to Egypt. In between his journey, he lost his friends. He was in a hurry to meet them. He noticed that Happy Prince is not actually happy and asked the reason for his sorrow. After hearing the ugliness and misery of the city, he agreed to become the messenger of the prince and help the needy people. Later, when the prince became blind, he decided not to leave him. That shows his kindness towards the prince and to the poor people. At last, he died due to unbearable climate. ഇത്തിരി വലിയൊരു പാരഗ്രാഫാണ്, ശ്രദ്ധാപൂർവം വായിക്കുക. എന്താണ് പറയുന്നത്? The swallow took shelter under the statue of the happy prince. ആദ്യം സ്വാളോ കടന്നു വരുന്നത് എങ്ങനെയാണ്? ഹാപ്പി പ്രിൻസിൻ്റെ പ്രതിമയുടെ കീഴിൽ കുറച്ച് നേരം ഇരിക്കാൻ വേണ്ടി വന്നതായിരുന്നു സ്വാളോ. അവൻ എങ്ങോട്ട് പോകുമായിരുന്നു? ഹീ വാസ് ഓൺ ഹിസ് വേ ടു ഈജിപ്ത്. ഈജിപ്തിലേക്ക് പോകുമായിരുന്നു. ഇൻ ബിറ്റ്വീൻ ഹിസ് ജേണി, യാത്രയുടെ ഇടയിൽ, ഹി ലോസ്റ്റ് ഹിസ് ഫ്രണ്ട്സ്. അവന് കൂട്ടം തെറ്റി, ഫ്രണ്ട്സിൻ്റെ അവിടെ നിന്ന് അവന് കൂട്ടം തെറ്റിപ്പോയി. ഹീ വാസ് ഇൻ എ ഹറി. ഇൻ എ ഹറി എന്ന് പറഞ്ഞാൽ തിരക്കിലായിരുന്നു. ടു മീറ്റ് ദം, കൂട്ടുകാരെ കണ്ടെത്താനുള്ള തിരക്കിലായിരുന്നു അവൻ. He noticed that Happy Prince is not actually happy and asked the reason for his sorrow. അവന് ഒരു കാര്യം മനസ്സിലായി, ഹാപ്പി പ്രിൻസ് ശരിക്കും ഹാപ്പി ആയിരുന്നോ? അല്ല, ഹാപ്പി പ്രിൻസ് കരയായിരുന്നു. ഹാപ്പി പ്രിൻസിൻ്റെ കണ്ണീർക്കണം കൊണ്ടിട്ടാണ് അവൻ മുകളിലേക്ക് നോക്കുന്നത്. അപ്പോഴാണ് ഹാപ്പി പ്രിൻസിനെ അവൻ കാണുന്നത്. അപ്പോൾ ഹാപ്പി പ്രിൻസിനോട് കാരണം ആരാഞ്ഞു. അപ്പോൾ ഹാപ്പി പ്രിൻസ് അവൻ്റെ വിഷമങ്ങൾ പറഞ്ഞു. അങ്ങനെ സോറോയ്ക്ക് മനസ്സിലായി ഹാപ്പി പ്രിൻസ് ശരിക്കും ഹാപ്പി അല്ല. ആഫ്റ്റർ ഹിയറിങ് ദ അഗ്ലിനെസ് ആൻഡ് മിസറി ഓഫ് ദ സിറ്റി, ഈ സിറ്റിയുടെ, അവൻ ഹാപ്പി പ്രിൻസ് ഇരിക്കുന്ന സിറ്റിയുടെ ഒരു യഥാർത്ഥ വശം, അഗ്ലിനെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ഒരു മോശം സൈഡ്, അവിടുത്തെ ദുരവസ്ഥ. അഗ്ലിനെസ് ആൻഡ് മിസറി ഓഫ് ദ സിറ്റി, അത് രണ്ട് കണ്ടപ്പോൾ ഹി അഗ്രീഡ് ടു ബിക്കം ദ മെസ്സഞ്ചർ ഓഫ് ദ പ്രിൻസ്. അപ്പോൾ പ്രിൻസിന് വേണ്ടി ഒരു മെസ്സഞ്ചറായിട്ട്, ഒരു ദൂതനെ പോലെ പ്രവർത്തിക്കാൻ എന്ത് തീരുമാനിച്ചു? സോളോ തീരുമാനിച്ചു. ആൻഡ് ഹെൽപ്പ് ദ നീഡി പീപ്പിൾ. നീഡി എന്ന് പറഞ്ഞാൽ എന്താണ്? സഹായം ആവശ്യമുള്ള ആളുകൾ. ദ നീഡി പീപ്പിൾ, സഹായം ആവശ്യമുള്ള ആളുകൾക്ക് വേണ്ടി അവരുടെ സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടി ഹാപ്പി പ്രിൻസിനെ സഹായിക്കാമെന്ന് സോളോ തീരുമാനിച്ചു. ലേറ്റർ വെൻ ദ പ്രിൻസ് ബിക്കം ബ്ലൈൻഡ്, ഹി ഡിസൈഡഡ് നോട്ട് ടു ലീവ് ഹിം. ആദ്യം അവൻ മുഴുവൻ സമയം ഹാപ്പി പ്രിൻസിൻ്റെ കൂടെ ഇരിക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് ഹാപ്പി പ്രിൻസിനെ സഹായിക്കാം, അത് കഴിഞ്ഞിട്ട് തിരിച്ചു പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഹാപ്പി പ്രിൻസ് ആകട്ടെ തൻ്റെ കണ്ണ് വരെ ദാനമായിട്ട് കൊടുത്തു. അങ്ങനെ ഹാപ്പി പ്രിൻസ് എന്തായി മാറി? ബ്ലൈൻഡ്. അതവിടെ എടുത്തു പറയണം, ഹാപ്പി പ്രിൻസ് ബ്ലൈൻഡായിട്ട് മാറി. അപ്പോൾ സ്വാളോ എന്ത് തീരുമാനിച്ചു? ഇനി ഹാപ്പി പ്രിൻസിൻ്റെ കണ്ണായിട്ട് എനിക്ക് ജീവിക്കണം, ഞാൻ തിരിച്ചു പോകുന്നില്ല എന്നാണ് സ്വാളോ തീരുമാനിച്ചത്. ദാറ്റ് ഷോസ് ഹിസ് കൈൻഡ്നെസ് ടുവാർഡ്സ് ദ പ്രിൻസ് ആൻഡ് ടു ദ പുവർ പീപ്പിൾ. അതെന്താണ് കാണിക്കുന്നത്? അത് സോളോയുടെ കൈൻഡ്നെസ്സാണ് കാണിക്കുന്നത് അല്ലേ. പ്രിൻസിനോടും പാവപ്പെട്ട ജനങ്ങളോടുള്ള സോളോയുടെ ദയയാണ് അവിടെ കാണിക്കുന്നത്. അറ്റ് ലാസ്റ്റ് ഹി ഡൈഡ് ഡ്യൂ ടു അൺബിയറബിൾ ക്ലൈമറ്റ്. അൺബിയറബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ബിയർ എന്ന് പറഞ്ഞാൽ സഹിക്കുക എന്നാണ്. അൺബിയറബിൾ എന്ന് പറഞ്ഞാൽ സഹിക്കാൻ കഴിയാത്ത തണവ് കാരണം അവസാനം സോളോ മരിച്ചു വീണു. ഇതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. സാവധാനം എല്ലാം എഴുതിയെടുക്കുക. എല്ലാ ക്വസ്റ്റ്യനും എഴുതിയെടുത്തതിന് ശേഷം ഈ വീഡിയോ ഒന്നും കൂടി കണ്ട് നിങ്ങൾ കൂടെ അത് വായിക്കണം. ഇത്തിരി ബുദ്ധിമുട്ടുള്ള എക്സസൈസുകളാണ്, ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കിനി മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? ദ സ്വാളോ അപ്രോച്ച്ഡ് ദ മാച്ച് ഗേൾ. ഹി സ്ലിപ്പ്ഡ് ദ സഫയർ ഇൻ ടു ഹെർ ഹാൻഡ്സ്. ദ ഗേൾ ലുക്ക്ഡ് അറ്റ് ദ സ്വാളോ ഇൻ സർപ്രൈസ്. ഇമാജിൻ ദെയർ കോൺവെർസേഷൻ ആൻഡ് റൈറ്റ് ഇറ്റ് ബിലോ.
അപ്പോൾ ഒരു മാച്ച് ഗേളിനെ സ്വാളോ കാണുകയുണ്ടായി അല്ലേ. മാച്ച് ഗേളുടെ കയ്യിലാണ് സഫയർ കൊടുത്തത്. അപ്പോൾ മാച്ച് ഗേളിനുണ്ടായ ഒരു അത്ഭുതം, അവർ തമ്മിലൊരു കോൺവെർസേഷൻ നടക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും എന്നാണ് എഴുതേണ്ടത്. Girl, what is it? It is glittering. Swallow, this is a gift from Happy Prince. It is the eye of Happy Prince made of sapphire. Girl, eye of Happy Prince? It is unbelievable. Swallow, the Happy Prince always help the poor and send me to give you this gift. Girl, for me, it's great. But I don't want any fortune by making my prince blind. Please give it back. Swallow, it is his decision and he won't accept it back. Take this and give it to your father. Girl, goodbye dear Swallow. Convey my sincere thanks to Happy Prince. ഇവർ രണ്ടുപേരും തമ്മിലുള്ള സംഭാഷണമാണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഗേൾ ആദ്യമായിട്ട് കാണുകയാണ്, കയ്യിലെന്തോ കൊടുത്തപ്പോൾ തിളങ്ങുന്നുണ്ട്. അതാണ് ചോദിക്കുന്നത്, വാട്ട് ഈസ് ഇറ്റ്? ഇറ്റ് ഈസ് ഗ്ലിറ്ററിങ്. തിളങ്ങുന്നുണ്ടല്ലോ, ഇതെന്താണിത്? ഇത് തിളങ്ങുന്നുണ്ടല്ലോ. അപ്പോൾ സ്വാളോ എന്താണ് പറയണേ? ദിസ് ഈസ് എ ഗിഫ്റ്റ് ഫ്രം ഹാപ്പി പ്രിൻസ്. ഇത് ഹാപ്പി പ്രിൻസിൻ്റെ കയ്യിൽ നിന്നുള്ള ഒരു സമ്മാനമാണ്. ഇറ്റ് ഈസ് ദ ഐ ഓഫ് ഹാപ്പി പ്രിൻസ് മെയ്ഡ് ഓഫ് സഫയർ. ഇത് സഫയർ, വിലപിടിച്ച, സ്വർണത്തിനേക്കാൾ വിലപിടിച്ച സഫയർ കൊണ്ടുണ്ടാക്കിയ ഹാപ്പി പ്രിൻസിൻ്റെ കണ്ണുകളാണ്. ഇത് ഗിഫ്റ്റായിട്ട് തരാൻ പറഞ്ഞിരിക്കുകയാണ്. ഗേൾ, ഐ ഓഫ് ഹാപ്പി പ്രിൻസ്. ഇവിടെ ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ട്, നമ്മൾ ശ്രദ്ധിക്കണം. ഐ ഓഫ് ഹാപ്പി പ്രിൻസ്. ആശ്ചര്യപൂർവ്വം ഗേൾ ചോദിക്കുകയാണ്, ഇത് ഹാപ്പി പ്രിൻസിൻ്റെ കണ്ണുകളാണോ? എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഇറ്റ് ഈസ് അൺബിലീവബിൾ. അപ്പോൾ സ്വാളോ പറയാണ്, ദ ഹാപ്പി പ്രിൻസ് ഓൾവേസ് ഹെൽപ്പ് ദ പുവർ ആൻഡ് സെൻഡ് മീ ടു ഗിവ് യു ദിസ് ഗിഫ്റ്റ്. ഹാപ്പി പ്രിൻസ് എപ്പോഴും പാവങ്ങളെ സഹായിക്കാറുണ്ട്. എൻ്റെ കയ്യിൽ ഇത് കൊടുത്തു വിട്ടതാണ് നിനക്ക് തരാൻ വേണ്ടി. അപ്പോൾ ഗേൾ പറയാണ്, ഫോർ മീ. വീണ്ടും എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ട്. ഈ മാർക്കുകൾ ശ്രദ്ധിക്കണം. എനിക്ക് വേണ്ടിയോ? അവൾക്ക് ആശ്ചര്യം തോന്നി. ഇറ്റ്സ് ഗ്രേറ്റ്, ബട്ട് ഐ ഡോണ്ട് വാണ്ട് എനി ഫോർച്യൂൺ ബൈ മേക്കിംഗ് മൈ പ്രിൻസ് ബ്ലൈൻഡ്. എനിക്ക് ഒരു ഭാഗ്യവും വേണ്ട എൻ്റെ പ്രിൻസിനെ, എൻ്റെ രാജകുമാരനെ അന്ധനാക്കിക്കൊണ്ട്. കണ്ണുകൾ പോയാൽ ആൾക്ക് കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ അന്ധനാക്കിക്കൊണ്ട് എനിക്ക് ഒരു ഫോർച്യൂൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭാഗ്യം, അല്ലെങ്കിൽ ഒരു നിധി എന്നൊക്കെ പറയാം. അപ്പോൾ എൻ്റെ പ്രിൻസിനെ കണ്ണ് കാണാൻ പറ്റാത്ത ഒരാളാക്കിക്കൊണ്ടുള്ള ഒരു ഭാഗ്യവും വേണ്ടാന്ന് ഗേൾ പറയാണ്. പ്ലീസ് ഗിവ് ഇറ്റ് ബാക്ക്. അത് ദയവായി തിരിച്ചു കൊടുക്കൂ. അപ്പോൾ സ്വാളോ എന്താ പറയണേ? ഇറ്റ് ഈസ് ഹിസ് ഡിസിഷൻ ആൻഡ് ഹീ വോണ്ട് ആക്സെപ്റ്റ് ഇറ്റ് ബാക്ക്. ഇത് രാജകുമാരൻ്റെ തീരുമാനമാണ്. അവനെടുത്ത തീരുമാനങ്ങൾ രാജകുമാരൻ ഇനി മാറ്റില്ല. അപ്പോൾ ടേക്ക് ദിസ് ആൻഡ് ഗിവ് ഇറ്റ് ടു യുവർ ഫാദർ. എന്ത് ചെയ്യേണ്ടത്? ദയവായിട്ട് ഇത് സ്വീകരിച്ച് ഇത് ഫാദറിൻ്റെ കയ്യിൽ കൊടുക്കാൻ പറയാണ്. അപ്പോൾ ഗേള് മനസ്സോടെ സമ്മതിക്കുകയാണ്. എന്താ പറയണേ? ഓക്കെ, ഗുഡ് ബൈ ഡിയർ സോളോ. കൺവേ മൈ സിൻസിയർ താങ്ക്സ് ടു ഹാപ്പി പ്രിൻസ്. വേറെ വഴിയൊന്നുമില്ല എന്ന് കണ്ടപ്പോൾ ഗേള് ആ സമ്മാനം സ്വീകരിച്ച് സ്വാളോനോട് തൻ്റെ താങ്ക്സ് ഹാപ്പി പ്രിൻസിനെ അറിയിക്കാൻ വേണ്ടിയിട്ട് പറയാം. ഇതായിരിക്കും അവരുടെ ഒരു പോസിബിൾ കോൺവെർസേഷൻ. അപ്പോൾ ഇത് തന്നെ എഴുതണം എന്നില്ല, എല്ലാവരും സ്വയമായിട്ട് എഴുതി നോക്കുക. ഒരു സാമ്പിൾ ഇവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അപ്പോൾ നാലാമത്തെ ക്വസ്റ്റ്യൻ ഇതാ വന്നു. വിൻ്റർ വാസ് ഫാസ്റ്റ് അപ്രോച്ചിങ്. ദ സ്വാളോ വാണ്ടഡ് ടു ഗോ ടു ഈജിപ്ത്. All his friends were waiting for him there, but the happy prince wanted him to stay. That night the swallows sank into deep thought. What could his thoughts be? Write them down. എന്താണ് പറയുന്നത്? വിൻ്റർ വാസ് ഫാസ്റ്റ് അപ്രോച്ചിങ്. അപ്രോച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? അടുത്ത് വരിക. വിൻ്റർ വാസ് ഫാസ്റ്റ് അപ്രോച്ചിങ്. തണവുകാലം അടുത്ത് വരികയായിരുന്നു. ദ സ്വാളോ വാണ്ടഡ് ടു ഗോ ടു ഈജിപ്ത്. സ്വാളോയ്ക്ക് പോകണമായിരുന്നു, ഇങ്ങോട്ട് ഈജിപ്തിലോട്ട് പോകണമായിരുന്നു. ഓൾ ഹിസ് ഫ്രണ്ട്സ് വേർ വെയിറ്റിംഗ് ഫോർ ഹിം ദർ. അവൻ്റെ എല്ലാ കൂട്ടുകാരും
അവനവിടെ കാത്തിരിക്കുകയായിരുന്നു. ബട്ട് ദ ഹാപ്പി പ്രിൻസ് വാണ്ടഡ് ഹിം ടു സ്റ്റേ. പക്ഷേ ഹാപ്പി പ്രിൻസ് എന്ത് വേണമായിരുന്നു? ഹാപ്പി പ്രിൻസിന് സോളോ അവൻ്റെ കൂടെ വേണമെന്നായിരുന്നു ആഗ്രഹം. സ്റ്റേ എന്ന് പറഞ്ഞാൽ എന്താണ്? കൂടെ വസിക്കുക എന്നർത്ഥം. അപ്പോൾ ഹാപ്പി പ്രിൻസിന് സോളോ തിരിച്ചു പോകണമെന്നുണ്ടായിരുന്നില്ല. ദാറ്റ് നൈറ്റ് സ്വാളോ സാങ്ക് ഇൻ ടു ഡീപ്പ് തോട്ട്. സാങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? മുങ്ങിത്താഴ്. ഇതിവിടെ ഒരു ആലങ്കാരികമായിട്ടാണ് പ്രയോഗിച്ചിട്ടുള്ളത്. സ്വാളോ മുങ്ങി എന്നാണ് അർത്ഥം. അല്ല, ഡീപ്പ് തോട്ട്, ഒരുപാട് വലിയൊരു ചിന്തയിലോട്ട് മുങ്ങി, ഒരുപാട് ചിന്തിച്ചു എന്നർത്ഥം. ദാറ്റ് നൈറ്റ് സ്വാളോ സാങ്ക് ഇൻ ടു ഡീപ്പ് തോട്ട്. ഒരു വലിയ ചിന്തയിലോട്ട് വീണു സ്വാളോ. വാട്ട് കുഡ് ഹിസ് തോട്ട് ബി? ഇപ്പം എന്താവും സ്വാളോ അന്ന് രാത്രി ചിന്തിച്ചിട്ടുണ്ടാവുക? അതായത് സോളോയ്ക്ക് തിരിച്ചു പോകണം, സോളോൻ്റെ കൂട്ടുകാരൊക്കെ കാത്തിരിക്കുകയാണ്. പക്ഷേ പ്രിൻസ് ആണെങ്കിലോ അവനെ പോകാൻ സമ്മതിക്കണമില്ല. അപ്പം അന്ന് രാത്രി സോളോ എന്താണ് ചിന്തിച്ചിട്ടുണ്ടാവുക എന്നാണ് എഴുതാൻ പറയണേ. അപ്പോൾ എന്താവും ചിന്തിച്ചിട്ടുണ്ടാവുക? ഒന്ന് ആലോചിച്ച് ഒന്ന് എഴുതാൻ ശ്രമിക്കുക. ഒരു മോഡൽ ഞാനിവിടെ എഴുതി കാണിക്കാം. കണ്ട, അപ്പോൾ നമ്മളെങ്ങനെയാണ് തുടങ്ങുക? വാട്ട് ക്യാൻ ഐ ഡു നൗ? ക്യാൻ ഐ മീറ്റ് മൈ ഫ്രണ്ട്സ് ഇഫ് ഐ ആം സ്റ്റേയിങ് വിത്ത് ദിസ് പ്രിൻസ്? ദ വിൻ്റർ ഈസ് കമ്മിങ്, ഇറ്റ് വിൽ ബി സൂൺ വെരി കോൾഡ്. ഐ കാൺട് റെസിസ്റ്റ് ഇറ്റ്, ബട്ട് ഹൗ ക്യാൻ ഐ ഗോ വിത്തൗട്ട് ഹെൽപ്പിംഗ് ദിസ് പുവർ പ്രിൻസ്? ഹൗ ക്യാൻ ഐ ഡിനേ ഹിസ് റിക്വസ്റ്റ്? He cannot move to anywhere. He is a statue, but I can fly. I should help him as I am staying for a good deed. God may help me to find my friends. ഇപ്പം എന്താണ് പറയുന്നത്? എന്താ ചിന്തിച്ചിട്ടുണ്ടാവുക? വാട്ട് ക്യാൻ ഐ ഡു നൗ? എനിക്കിപ്പോൾ എന്ത് ചെയ്യാൻ സാധിക്കും? ക്യാൻ ഐ മീറ്റ് മൈ ഫ്രണ്ട്സ് ഇഫ് ഐ ആം സ്റ്റേയിങ് വിത്ത് ദിസ് പ്രിൻസ്? ഞാൻ എൻ്റെ ഈ പ്രിൻസിൻ്റെ ഒപ്പം ഇവിടെ തന്നെ താമസിക്കുകയാണെങ്കിൽ, ഇവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ എനിക്ക് എൻ്റെ കൂട്ടുകാരെ കാണാൻ പറ്റുമോ? The winter is coming, it will be soon very cold. Soon very cold. പെട്ടെന്ന് തന്നെ വളരെ തണുത്ത കാലം ആരംഭിക്കും. The winter is coming. തണുവുകാലം ആരംഭിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഇവിടെ മുഴുവൻ നല്ല തണുപ്പാകും. I can't resist it. റെസിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറുത്ത് നിൽക്കുക. എനിക്ക് ആ തണുവിനെ ചെറുത്ത് നിൽക്കാൻ സാധിക്കില്ല. But how can I go? എനിക്ക് എങ്ങനെ പോകാൻ സാധിക്കും? Without helping this poor prince. ഈ പാവപ്പെട്ട പ്രിൻസിനെ സഹായിക്കാതെ എനിക്ക് എങ്ങനെ പോകാൻ സാധിക്കും? ഹൗ ക്യാൻ ഐ ഡിനൈ ഹിസ് റിക്വസ്റ്റ്? എനിക്കെങ്ങനെ ഈ ഒരു ആവശ്യം, ഹാപ്പി പ്രിൻസ് ഉന്നയിച്ച ഒരു ആവശ്യം എനിക്ക് എങ്ങനെ തള്ളിക്കളയാൻ പറ്റും? ഹി കനോട്ട് മൂവ് ടു എനിവേർ. പ്രതിമയ്ക്ക് എങ്ങോട്ടെങ്കിലും അനങ്ങാൻ പറ്റുമോ? പ്രതിമയ്ക്ക് എങ്ങോട്ടും അനങ്ങാൻ പറ്റില്ല. ഹി കനോട്ട് മൂവ് ടു എനിവേർ. ഹി ഈസ് എ സ്റ്റാച്യു, ബട്ട് ഐ ക്യാൻ ഫ്ലൈ. ഐ ഷുഡ് ഹെൽപ്പ് ഹിം ആസ് ഐ ആം സ്റ്റേയിങ് ഫോർ എ ഗുഡ് ഡീഡ്. ഗോഡ് മേ ഹെൽപ്പ് മീ ടു ഫൈൻഡ് മൈ ഫ്രണ്ട്സ്. അപ്പോൾ പ്രതിമയ്ക്ക്, ഹാപ്പി പ്രിൻസിന് ഒന്നും ചെയ്യാൻ പറ്റില്ല, അതുള്ളൊരു പ്രതിമയാണ്. പക്ഷേ എനിക്ക് പറക്കാൻ കഴിയും. അപ്പോൾ ഞാൻ എന്തായാലും ഹാപ്പി പ്രിൻസിനെ സഹായിക്കണം. ആസ് ഐ ആം സ്റ്റേയിങ് ഫോർ എ ഗുഡ് ഡീഡ്, ഞാനൊരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് കൊണ്ട് ഗോഡ് മേ ഹെൽപ്പ് മീ ടു ഫൈൻഡ് മൈ ഫ്രണ്ട്സ്. ദൈവം എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരുമെന്നാണ് സോറോ പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ദ മേയർ ഡിസൈഡഡ് ടു റിമൂവ് ദ സ്റ്റാച്യു ഓഫ് ദി ഹാപ്പി പ്രിൻസ്. ഡു യു അഗ്രി ടു ഹിസ് ഡിസിഷൻ? റൈറ്റ് എ ലെറ്റർ ടു ദ മേയർ സ്റ്റേറ്റിംഗ് യുവർ ഒപ്പീനിയൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ലെറ്റർ റൈറ്റിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധാപൂർവം കേൾക്കണം. ദ മേയർ ഡിസൈഡഡ് ടു റിമൂവ് ദ സ്റ്റാച്യു ഓഫ് ദ ഹാപ്പി പ്രിൻസ്. മേയർ എന്തായാലും തീരുമാനിച്ചു അത് അവിടെ നിന്ന് നീക്കി കളയണം. ഹാപ്പി പ്രിൻസിൻ്റെ സ്റ്റാച്യു അവിടെ വേണ്ട, അത് നീക്കി കളയാൻ തീരുമാനിച്ചു. ഡു യു അഗ്രി ടു ഹിസ് ഡിസിഷൻ? അദ്ദേഹം എടുത്ത തീരുമാനത്തോട് നമ്മൾ യോജിക്കുന്നുണ്ടോ? റൈറ്റ് എ ലെറ്റർ ടു ദ മേയർ സ്റ്റേറ്റിംഗ് യുവർ ഒപ്പീനിയൻ. സ്റ്റേറ്റിംഗ്, നിങ്ങളുടെ അഭിപ്രായം സമർത്ഥിച്ചുകൊണ്ട് മേയർക്ക് ഒരു കത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ലെറ്റർ റൈറ്റിങ്ങിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഒരു സാമ്പിൾ ഇവിടെ എഴുതി കാണിക്കാം. ഒരു ലെറ്റർ എഴുതുമ്പോൾ എങ്ങനെയാണ്? ഇത് ഇത്തിരി വലിയ ലെറ്റർ ആയതുകൊണ്ട് അക്ഷരങ്ങളുടെ വലിപ്പം ഇത്തിരി ചെറുതായിരിക്കും, ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം ഫ്രമും ടു ആണ് എഴുതുക ലെറ്ററിൽ, അല്ലേ?
അപ്പോൾ നമ്മൾ ഫ്രം എഴുതിയ ആദ്യം ഫ്രം നെയിം അഡ്രസ്, നമ്മുടെ പേര് അഡ്രസ്സാണ് ഇതിൽ എഴുതേണ്ടത്. അപ്പോൾ ഫ്രം എന്ന് എഴുതുക, ഒരു ലൈൻ താഴേക്ക് ഇറക്കി നെയിം എന്ന് എഴുതിയിട്ട് നമ്മുടെ പേര് ഇവിടെ എഴുതുക. അടുത്ത ലൈനിൽ അഡ്രസ്സ് എന്ന് എഴുതുക, അടുത്തല്ല അഡ്രസ്സ് എഴുതുക. ഇതെല്ലാം കൂടി എഴുതരുത്. ഫ്രം എഴുതി ഒരു കോമയിട്ട് താഴ്ത്തിക്ക് ഇറക്കിയിട്ട് വേണം പേര് എഴുതുക. അത് കഴിഞ്ഞിട്ട് അഡ്രസ്സ്. അത് കഴിഞ്ഞിട്ട് പുതിയ ലൈനിൽ ടു, ആർക്കാണ് അയക്കുന്നത്? ദ മേയർ പാരീസ് സിറ്റി. അപ്പോൾ മേയറുടെ ഡീറ്റെയിൽ നമ്മൾ ടൂവിൽ എഴുതി. അതിനുശേഷം നമ്മൾ സബ്ജക്റ്റ് എഴുതണം. സബ്ജക്റ്റ് എന്ന് എഴുതുക, ഒരു 2 ഡോട്ട് ഇടുക, 3 സ്പേസ് ഇട്ടിട്ട് എഴുതുക. എന്താണ് വിഷയം എന്താണെന്ന് നമ്മൾ ഒരു ഒറ്റ ലൈനിൽ നമ്മൾ സമർത്ഥിച്ചിരിക്കണം. അപ്പോൾ എന്താണ് വിഷയം? പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ദ റിമൂവൽ ഓഫ് ഹാപ്പി പ്രിൻസ് സ്റ്റാച്യു. ഹാപ്പി പ്രിൻസിൻ്റെ പ്രതിമ നീക്കം ചെയ്തതിനെതിരെയുള്ള പ്രതിഷേധം, അതാണ് നമ്മുടെ വിഷയം. അപ്പോൾ ഫ്രം എഴുതി, ടു എഴുതി, സബ്ജക്റ്റ് എഴുതി. എന്നിട്ട് നമ്മൾ എങ്ങനെയാണ് തുടങ്ങുക? റെസ്പെക്റ്റഡ് സർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ കത്ത് തുടങ്ങുകയാണ്. Respected sir, this is to convey my strongest protest against the action of removal of Happy Prince statue. The statue was the icon of the city and it was a monument of the son of the king. You as a mayor is supposed to be respectful towards the national icon. Moreover, you are responsible to ask the opinion of the parliament before implementing such an action. I strongly oppose the same and hope there will be a sensible decision from your part. You are sincerely ഒപ്പ് സൈൻ. ഇപ്പോൾ ലെറ്റർ ഇത്തിരി കട്ടിയാണ്, പറഞ്ഞു തരാം. അപ്പോൾ എന്താണ് എഴുതുന്നത്? റെസ്പെക്റ്റഡ് സർ, എത്രയും ബഹുമാനം അർഹിക്കുന്ന സർ. ദിസ് ഈസ് ടു കൺവേ മൈ സ്ട്രോങ്ങസ്റ്റ് പ്രൊട്ടസ്റ്റ്. എന്താണ് ഈ കത്ത് ഞാൻ എഴുതുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? എൻ്റെ പ്രതിഷേധം അറിയിക്കാൻ. ദിസ് ഈസ് ടു കൺവേ മൈ സ്ട്രോങ്ങസ്റ്റ് പ്രൊട്ടസ്റ്റ്. എന്തിനെതിരെ? എഗെയിൻസ്റ്റ് ദ ആക്ഷൻ ഓഫ് റിമൂവൽ ഓഫ് ഹാപ്പി പ്രിൻസ് സ്റ്റാച്യു. ഹാപ്പി പ്രിൻസിൻ്റെ സ്റ്റാച്യു നീക്കം ചെയ്യാനുള്ള നടപടിക്കെതിരെയുള്ള എൻ്റെ പ്രതിഷേധം അറിയിക്കാൻ വേണ്ടിയാണ് ഞാനിത് എഴുതുന്നത്. അതാണ് ഒന്നാമത്തെ വരിയുടെ അർത്ഥം വരിക. ദിസ് ഈസ് ടു കൺവേ മൈ സ്ട്രോങ്ങസ്റ്റ് പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ദ ആക്ഷൻ ഓഫ് റിമൂവൽ ഓഫ് ഹാപ്പി പ്രിൻസ് സ്റ്റാച്യു. രണ്ടാമത്തെ വരി എന്താ പറയുന്നത്? ദ സ്റ്റാച്യു വാസ് ദി ഐക്കൺ ഓഫ് ദ സിറ്റി. നമ്മുടെ സിറ്റിയുടെ തന്നെ ഒരു ഐക്കണായിരുന്നു, ഒരു വലിയൊരു അഭിമാന സ്തംഭമായിരുന്നു ആ സ്റ്റാച്യു. ആൻഡ് ഇറ്റ് വാസ് എ മോണമെന്റ് ഓഫ് ദ സൺ ഓഫ് ദ കിങ്. മോണമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അർത്ഥം? ഒരു പുതിയ വാക്കാണെങ്കിൽ നോട്ട് ചെയ്ത് വെക്കണം. മോണമെന്റ് എന്ന് പറഞ്ഞാൽ സ്മാരകമായിരുന്നു. ഇറ്റ് വാസ് എ മോണമെന്റ് ഓഫ് ദ സൺ ഓഫ് ദ കിങ്. രാജാവിൻ്റെ മകന് വേണ്ടിയുള്ള ഒരു സ്മാരകം കൂടിയായിരുന്നു അത്. അപ്പോൾ 2 കാര്യങ്ങൾ ആ സ്റ്റാച്യുവിനെ കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നു? ദ സ്റ്റാച്യു വാസ് ദ ഐക്കൺ ഓഫ് ദ സിറ്റി ആയിരുന്നു, മോണമെന്റ് ഓഫ് ദ സൺ ഓഫ് ദ കിങ്ങും ആയിരുന്നു. യു ആസ് എ മേയർ, താങ്കൾ ഒരു മേയർ ആയിരുന്നിരിക്കെ, ഈസ് സപ്പോസ്ഡ് ടു ബി റെസ്പെക്ട്ഫുൾ ടുവാർഡ്സ് ദ നാഷണൽ ഐക്കൺ. ഒരു മേയർ എങ്ങനെയായിരിക്കണം? ഒരു മേയർ സപ്പോസ്ഡ് ടു ബി എങ്ങനെയായിരിക്കണം? ടു ബി റെസ്പെക്ട്ഫുൾ ടുവാർഡ്സ് ദ നാഷണൽ ഐക്കൺ. ടു ബി റെസ്പെക്ട്ഫുൾ, ബഹുമാനിക്കണം. ടുവാർഡ്സ് ദ നാഷണൽ ഐക്കൺ, നമ്മുടെ നാഷണൽ ഐക്കണിനെ ഒരു മേയർ ആയിരിക്കെ ബഹുമാനിക്കുകയാണ് വേണ്ടത്. മോർ ഓവർ, മാത്രമല്ല, യു ആർ റെസ്പോൺസിബിൾ ടു ആസ്ക് ദ ഒപ്പീനിയൻ ഓഫ് ദ പാർലമെന്റ്. നിങ്ങൾ വെറുതെ പോയി അങ്ങോട്ട് നീക്കി കളഞ്ഞാൽ പോരാ. യു ആർ റെസ്പോൺസിബിൾ, നിങ്ങൾക്ക് കടമയുണ്ട്. എന്തിന്? ടു ആസ്ക് ദ ഒപ്പീനിയൻ ഓഫ് ദ പാർലമെന്റ്. പാർലമെന്റിന്റെ അഭിപ്രായം കൂടി ചോദിക്കണം. കൂടിയുള്ളവരോടൊക്കെ ഒന്ന് ചോദിച്ചിട്ട് വേണം ഇത്തരം നടപടികൾ ചെയ്യാൻ, അല്ലേ? ബിഫോർ ഇംപ്ലിമെന്റിങ് സച്ച് ആൻ ആക്ഷൻ. ഇത്തരത്തിലുള്ള ഒരു നടപടി എടുക്കുന്നതിന് മുമ്പ്, ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് മുമ്പ്, നടപടി എടുക്കുന്നതിന് മുമ്പ് മറ്റുള്ളവരുമായിട്ടൊന്ന് കൂടി ആലോചിച്ചിട്ട് വേണമായിരുന്നു ചെയ്യാൻ. ഐ സ്ട്രോങ്ലി ഒപ്പോസ് ദ സെയിം. ഞാൻ താങ്കളുടെ ഈ നടപടിയെ എതിർക്കുകയാണ്. ആൻഡ് ഹോപ്പ് ദർ വിൽ ബി എ സെൻസിബിൾ ഡിസിഷൻ. സെൻസിബിൾ ഡിസിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ശരിയായ ഒരു തീരുമാനം താങ്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഐ സ്ട്രോങ്ലി ഒപ്പോസ് ദ സെയിം, ഞാനതിനെ എതിർക്കുന്നു. ആൻഡ് ഹോപ്പ് ദർ വിൽ ബി എ സെൻസിബിൾ ഡിസിഷൻ ഫ്രം യുവർ പാർട്ട്. നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു ശരിയായ തീരുമാനം വരുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യും. യുവർ സിൻസിയർലി സൈൻ. അപ്പോൾ ഇതാണ് ഒരു ലെറ്ററിൻ്റെ ഒരു സാമ്പിളാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഒരു ലെറ്ററിൻ്റെ ബോഡി എങ്ങനെയായിരിക്കണം എന്ന് എപ്പോഴും ശ്രദ്ധിക്കുക. ആദ്യം ഫ്രം എഴുതുക, ടു എഴുതുക, സബ്ജക്റ്റ് എഴുതുക, റെസ്പെക്ട്ഫുൾ സാറിന് എഴുതിയൊരു കോമ ഇട്ട് ന്യൂ ലൈൻ തുടങ്ങിയിട്ട് വേണം നമ്മുടെ മെസ്സേജിൻ്റെ ബോഡി എഴുതാൻ. ചില കുട്ടികൾ റെസ്പെക്റ്റഡ് സാറിന് എഴുതിയിട്ട് നേരെ അങ്ങോട്ട് എഴുതി പോകും. അത് തെറ്റാണ്. റെസ്പെക്റ്റഡ് സാറിന് എഴുതി പുതിയ ലൈൻ തുടങ്ങി നമ്മുടെ മെസ്സേജ് എന്താണോ, ലെറ്ററിൻ്റെ മെയിൻ ബോഡി എന്താണോ അത് എഴുതുക.
അത് എഴുതി കഴിഞ്ഞാൽ ഒരു ലൈൻ ഇറക്കി യുവർ സിൻസിയറിൽ എഴുതുക, അടുത്ത ലൈനിൽ പേരെഴുതി സൈൻ ചെയ്യുക. ഇതാണ് ഒരു ലെറ്ററിൻ്റെ സാമ്പിളാണ് നമ്മളിവിടെ കണ്ടത്. വൃത്തിയായിട്ട് നോട്ട്ബുക്കിൽ എഴുതിയെടുക്കുക, പലതവണ വായിക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. Some people in the city decided to prepare a notice to be put up against the removal of the statue. Prepare the likely notice. എന്താണ് പറയുന്നത്? Some people in the city, കുറച്ച് സിറ്റിയിലെ കുറച്ച് ആളുകൾ decided to prepare a notice, ഒരു നോട്ടീസ് തയ്യാറാക്കാൻ തീരുമാനിച്ചു. എന്തിനു വേണ്ടിയിട്ടാണ്? To be put up against the removal of the statue. ആ സ്റ്റാച്യു നീക്കം ചെയ്തതിന് എതിരെ കുറച്ച് ആളുകൾ, സിറ്റിയിലെ കുറച്ച് ആളുകൾ ഒരു നോട്ടീസ് തയ്യാറാക്കാൻ തീരുമാനിക്കുകയാണ്. പ്രിപ്പയർ ദ ലൈക്ലി നോട്ടീസ്. ആ നോട്ടീസ് എങ്ങനെയായിരിക്കും? അപ്പം നമ്മളോട് ഒരു നോട്ടീസ് തയ്യാറാക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പം എക്സാമിനൊക്കെ റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന കാര്യങ്ങളാണ് ലെറ്റർ റൈറ്റിംഗ്, നോട്ടീസ്, അതേപോലെ തന്നെ കോൺവെർസേഷൻ. അപ്പോൾ ഈ ചോദ്യങ്ങളാണ് ഹാപ്പി പ്രിൻസിൽ ഏറ്റവും ശ്രദ്ധയോടെ പഠിക്കേണ്ട കാര്യങ്ങൾ. അപ്പം നമ്മൾ 6ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം. ഈ വീഡിയോക്ക് ഇത്തിരി ലെങ്ത്ത് കൂടുതലാണ്, അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാഠഭാഗം ആയതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ 6ാമത്തെ ഇതിലേക്ക് കിടക്കാം. ആൻസർ എങ്ങനെയായിരിക്കും ഒന്ന് എഴുതി നോക്കാം. എപ്പോഴും നോട്ടീസിനൊരു ഹെഡിങ് വേണം അല്ലേ? അപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ള എന്താ? റീഇൻസ്റ്റാൾ ഹാപ്പി പ്രിൻസ് സ്റ്റാച്യു. നമ്മുടെ ആവശ്യം എന്താണ്? അതാണ് നോട്ടീസിൻ്റെ ഹെഡിങ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. റീഇൻസ്റ്റാൾ, പുനഃസ്ഥാപിക്കണം, വീണ്ടും അവിടെ തന്നെ സ്ഥാപിക്കണം. എന്ത്? ഹാപ്പി പ്രിൻസ് സ്റ്റാച്യു. ഹാപ്പി പ്രിൻസിൻ്റെ സ്റ്റാച്യു രണ്ടാമതും പുനഃസ്ഥാപിക്കണം. ഇനി നമുക്ക് മെയിൻ ബോഡിയിലേക്ക് കിടക്കാം. എന്താണ് നമ്മുടെ മെസ്സേജ്? വി സ്ട്രോങ്ലി പ്രൊട്ടസ്റ്റ് ദ റിമൂവൽ ഓഫ് ദി ഹാപ്പി പ്രിൻസസ് സ്റ്റാച്യു വിത്തൗട്ട് പ്രയർ നോട്ടീസ്. It was the icon of the city and we believe that the prince was always happy. We worshipped Prince and set a role model for our children. Now the city center looks like a deserted place. We demand the statue of the happy prince should be reinstalled. We will continue our protest strongly till our demand is met. Date People's Forum sign. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഇതിൽ വിശദമായിട്ട് ഡിസ്കസ് ചെയ്യാം. വി സ്ട്രോങ്ലി പ്രൊട്ടസ്റ്റ് ദ റിമൂവൽ ഓഫ്. ഞങ്ങൾ ഈ ഹാപ്പി പ്രിൻസിൻ്റെ സ്റ്റാച്യു നീക്കം ചെയ്യാനുള്ള നടപടിയെ സ്ട്രോങ്ലി പ്രൊട്ടസ്റ്റ്, ശക്തമായി എതിർക്കുന്നു. പ്രൊട്ടസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എതിർക്കുക. ഈ തീരുമാനത്തിനെ ഞങ്ങൾ ശക്തമായിട്ട് എതിർക്കുന്നു. വിത്തൗട്ട് പ്രയർ നോട്ടീസ്, മുൻകൂർ നോട്ടീസ് തരാതെ, മുമ്പേ പറഞ്ഞിട്ട് ചെയ്യല്ല ചെയ്തത്. എന്താണ്ടായേ? മേയർ വന്നു, പ്രതിമ കണ്ടു, ഇഷ്ടമായില്ല, മാറ്റിക്കുമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയല്ല അത് ചെയ്യേണ്ടത്. മുൻകൂടി ജനങ്ങളോട് പറയാതെ, അവർക്ക് നോട്ടീസ് കൊടുക്കാതെ എടുത്ത ഈ തീരുമാനത്തെ ഞങ്ങൾ സ്ട്രോങ്ലി പ്രൊട്ടസ്റ്റ്, ശക്തമായിട്ട് എതിർക്കുന്നു. ഇറ്റ് വാസ് ദ ഐക്കൺ ഓഫ് ദ സിറ്റി. നേരത്തെ നമ്മൾ പറഞ്ഞു, ഇതൊരു സിറ്റിയുടെ തന്നെ, ആ ഒരു നഗരത്തിൽ തന്നെ ഒരു പ്രധാന ഐക്കണായിരുന്നു അത്. ആൻഡ് വി ബിലീവ് ദാറ്റ് ദ പ്രിൻസ് വാസ് ഓൾവേസ് ഹാപ്പി. ഞങ്ങളുടെ രാജകുമാരൻ എപ്പോഴും സന്തോഷവാനായിരുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ശരിക്കും സന്തോഷവാനായിരുന്നില്ല അല്ലേ? ആ ഹാപ്പി പ്രിൻസ് കരയായിരുന്നു. പക്ഷേ നാട്ടുകാരെന്താ വിചാരിച്ചിരുന്നത്? എപ്പോഴും ചിരിക്കുന്ന മുഖത്തോടു കൂടിയാണ് ഹാപ്പി പ്രിൻസിനെ വെച്ചിരുന്നത്. പാഠഭാഗത്തിൽ തന്നെ പറയുന്നുണ്ട്, നാട്ടുകാർ പരസ്പരം തൻ്റെ മക്കളോട് പറയായിരുന്നു, ഈ പ്രിൻസ് മാത്രം എപ്പോഴും സന്തോഷവാനാണ് എന്ന് പറഞ്ഞിരുന്നു. വി വർഷിപ്പ്ഡ് പ്രിൻസ്. ഞങ്ങളുടെ പ്രിൻസിനെ ഒരുപാട് ആരാധിച്ചിരുന്നു, ബഹുമാനിച്ചിരുന്നു. ആൻഡ് സെറ്റ് എ റോൾ മോഡൽ. റോൾ മോഡൽ സെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളോടും പലപ്പോഴും പറയാറുണ്ട്, അതുപോലെ ആവണം, ഇതുപോലെ ആവണം അല്ലേ? അപ്പം ഞങ്ങളുടെ ചിൽഡ്രൻ, ഞങ്ങളുടെ മക്കളോട് പറയായിരുന്നു, ഈ ഹാപ്പി പ്രിൻസിനെ പോലെ ആവണം നിങ്ങളെന്ന് പറയായിരുന്നു. അങ്ങനെ പറയാറുള്ള ഒരു റോൾ മോഡലായിരുന്നു ഞങ്ങളുടെ ഹാപ്പി പ്രിൻസ്. നൗ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ അത് നീക്കം ചെയ്തതിന് ശേഷം എന്താ സംഭവിച്ചത്? ദ സിറ്റി സെൻറ്റർ ലുക്സ് ലൈക്ക് എ ഡെസർട്ടഡ് പ്ലേസ്. ഡെസർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? മരുഭൂമി. ഇപ്പോൾ മരുഭൂമി പോലെ ആവുക എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ഇതിവിടെ ഒരു ആലങ്കാരിക പ്രയോഗമാണ്. ഡെസർട്ടഡ് പ്ലേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരുഭൂമി പോലെ ആവുക എന്ന് പറഞ്ഞാൽ, മരുഭൂമിയിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലം അല്ലേ? ഒന്നും ഉണ്ടാവില്ല, തീരെ ശൂന്യമായുള്ള സ്ഥലം എന്നാണ് അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ നൗ ദ സിറ്റി സെൻറ്ററിലാണ് ആ പ്രതിമ വെച്ചിരുന്നതെന്ന് നമുക്കറിയാം. അപ്പോൾ ഹാപ്പി പ്രിൻസിൻ്റെ പ്രതിമ വെച്ചിരുന്ന സിറ്റി സെൻറ്റർ ലുക്സ് ലൈക്ക് എ ഡെസർട്ടഡ് പ്ലേസ്. വി ഡിമാൻഡ് ദ സ്റ്റാച്യു ഓഫ് ദ ഹാപ്പി പ്രിൻസ് ഷുഡ് ബി റീഇൻസ്റ്റാൾഡ്. ഞങ്ങൾ ഡിമാൻഡ് ചെയ്യണം, ഞങ്ങൾക്ക് വേണം എന്ത്? ദ സ്റ്റാച്യു ഓഫ് ദ ഹാപ്പി പ്രിൻസ്. ഹാപ്പി പ്രിൻസിൻ്റെ സ്റ്റാച്യു ഷുഡ് ബി റീഇൻസ്റ്റാൾഡ്. വീണ്ടും അവിടെ തന്നെ പുനഃപ്രതിഷ്ഠിക്കണം. വി വിൽ കണ്ടിന്യൂ അവർ പ്രൊട്ടസ്റ്റ് സ്ട്രോങ്ലി ടിൽ അവർ ഡിമാൻഡ് ഈസ് മെറ്റ്.
വി വിൽ കണ്ടിന്യൂ അവർ പ്രൊട്ടസ്റ്റ്. ഞങ്ങൾ ഞങ്ങളുടെ സമരം തുടരും. സ്ട്രോങ്ലി, ശക്തമായി. ടിൽ അവർ ഡിമാൻഡ്, ടിൽ ഏതുവരെ, ടിൽ അവർ ഡിമാൻഡ് ഈസ് മെറ്റ്. ഡിമാൻഡ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ആവശ്യം അംഗീകരിക്കുന്നത് വരെ ഞങ്ങൾ ഞങ്ങളുടെ സമരം ശക്തമായി തുടരും. അതാണ് പറയുന്നത്. ആരാ പറയുന്നത്? പീപ്പിൾ ഫോറം. അത് നമ്മൾ വലതുവശത്ത് എഴുതി. അന്നത്തെ ഡേറ്റ് എന്താണോ അത് ഇടതുവശത്ത് എഴുതി. ഇങ്ങനെയാണ് നമ്മളൊരു നോട്ടീസ് തയ്യാറാക്കുക. അപ്പോൾ ഹെഡിങ്, ആ നോട്ടീസിൻ്റെ മെയിൻ ബോഡി, ആരാണ് ഈ നോട്ടീസ് തയ്യാറാക്കുന്നത്? പീപ്പിൾ ഫോറം, അന്നത്തെ ഡേറ്റ്. ഇങ്ങനെയാണ് ഒരു നോട്ടീസ് തയ്യാറാക്കുക. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട 6 ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചു. ഇതെല്ലാം നോട്ടിലേക്ക് എഴുതുക. നോട്ടിലേക്ക് എഴുതിയ നോട്ട് വെച്ചിട്ട് ഒന്നും കൂടി ഇത് വായിക്കുക. അപ്പോൾ ഈ ക്ലാസ് കണ്ടവരെല്ലാവരും പറ്റുകയാണെങ്കിൽ നിങ്ങളുടെ പേരൊന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ആരൊക്കെയാണ് ക്ലാസ് സ്ഥിരമായിട്ട് കാണുന്നതെന്നൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. എല്ലാവരും ഒരുപാട് സമയമെടുത്തിട്ടാണ് നമ്മളിങ്ങനെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. Dear students, please try to write this by yourself. Thank you.